മണിമല പഴയിടം പാലത്തിൽ വീണ്ടും വെള്ളം കയറി. മാലിന്യം അടിഞ്ഞുകൂടുന്നതിനാൽ പാലത്തിന്റെ കൈവരികൾ മഴക്കാലമാകുന്നതോടെ ഇളക്കി മാറ്റുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കൂടാതെ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു കിടക്കുന്നതും വലിയ അപകടം ക്ഷണിക്കുന്നു. കോസ്വേ ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അധികൃതർ ഇതൊന്നും കേട്ട മട്ടില്ല. ഓരോ മഴക്കാലവും പഴയിടംകാർക്ക് ദുരിതകാലം കൂടിയാണ്. വെള്ളപ്പൊക്കവും മാലിന്യ ദുർഗന്ധവും അവരെ അലട്ടാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. പാലത്തിന്റെ പരിസരത്ത് പോലും ഒരു വഴിവിളക്ക് സ്ഥാപിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം രാത്രികാലങ്ങളിൽ ഈ വഴി എത്തുന്നവർക്ക് പാലത്തിൽ വെള്ളം കയറി കിടക്കുന്നത് കാണാൻ പോലും സാധിക്കാത്തത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പൊതുപ്രവർത്തകൻ അഭിലാഷ് പൂഴിക്കുന്നേൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയത്തിലെ പഴയടത്തെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പഴയടം പാലത്തിൻ്റെ കൈവരികൾ പൂർണ്ണമായും തകർന്നു. അതുപോലെ തന്നെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലേക്കുള്ള അപ്രോച്ച് റോഡുകളും കുറേയെങ്കിലും തകർന്ന നിലയിലാണ്. ആളുകൾക്ക് നടക്കാനുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വന്നിരിക്കുന്ന മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് മുള പോലുള്ള വസ്തുക്കൾ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കൈവരികൾ തകർന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അടുത്ത ദിവസം തൊട്ടാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ നടന്നു പോകുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുരുഷന്മാരുൾപ്പെടെയുള്ള വളരെ ആളുകൾ ജോലിക്കായിട്ടും മറ്റും അക്കരയ്ക്ക് ബസ് കയറാൻ വേണ്ടി പോകുന്ന അവസ്ഥയിൽ അപകടം നിറഞ്ഞൊരു അവസ്ഥാവിശേഷമാണ് ഉള്ളത്. രാത്രികാലങ്ങളിലാണെങ്കിൽ ഇരുകളിലും വെളിച്ചം തീർത്തുമില്ല. ഒരു ചെറുക്കട പഞ്ചായത്തിൻ്റെ ഒരു ഹൈമാസ് ലൈറ്റ് ആണെങ്കിൽ കാലങ്ങളായിട്ട് അത് പ്രവർത്തനരഹിതമാണ്, വെട്ടമില്ലാത്തൊരവസ്ഥയാണ്. ഒരു 2 മാസം മുമ്പ് ഒരു കുഴി വന്ന് ഒരു ബൈക്കുകാരൻ വീണ് അപകടമുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയുണ്ടായി. അതുപോലെ തന്നെ ആ പാലത്തിൻ്റെ സൈഡിലുണ്ടായിരിക്കുന്ന ഒരു കുഴിയെ ഇപ്പം വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോഴത്തേന് ഒന്നുകൂടെ കൂടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം അധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായൊരു ശ്രദ്ധയുണ്ടായി പാലവും അതുപോലെ തന്നെ റോഡുകളും നന്നാക്കി തരണമെന്ന് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അപേക്ഷിക്കുകയാണ്. ഇക്കുറിയും പാലത്തിൽ വെള്ളം കയറിയതോടെ സമീപത്തെ വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. സമീപവാസിയുടെ വീടിന്റെ താഴത്തെ നില മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകൾ വെള്ളം കയറി പൂർണ്ണമായും നശിച്ചു. ഒരു ബൈക്കും നശിച്ചുപോയി. എരുമേലി, ചിറക്കടവ് പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഇവിടെ ബന്ധപ്പെട്ടവർ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.